അടിയനത്തിൻ്റെ സീഡ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പലരും വാങ്ങിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പോട്ടി മിക്സ്, അത് മുളപ്പിക്കേണ്ട രീതി, അങ്ങനെ പല പല സംശയങ്ങളായിട്ട് പലരും നമുക്ക് മെസ്സേജുകൾ അയച്ചിരുന്നു. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള മറുപടി ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണതുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ടെറസിലത്തെ ഗാർഡൻ ഒന്ന് അടക്കി പതുക്കി ഒതുക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഒതുക്കി വെച്ച സ്റ്റൈലും അതിൻ്റെ രീതികളും എന്തൊക്കെ ചെടികളാണ് ഉള്ളതെന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ചെടികളൊക്കെ ഇനി പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് വേണം അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരാനായിട്ടൊക്കെ, നമുക്ക് തൈകൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇനി അതിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ ഇത് ആദ്യം നമ്മൾ വെച്ചിട്ടുള്ളത് അഡീനിയാണ്. അഡീനിയ നിറച്ചിങ്ങനെ പൂക്കളുണ്ടായി നിൽക്കുമ്പോൾ നാലാളെ കാണിക്കുകയും കൂടി വേണമല്ലോ. അപ്പോൾ നമ്മൾ അതിനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് സ്റ്റാൻഡിൻ്റെ മുകളിലാണ് അഡീനിയം ചെടികൾ ആദ്യത്തെ ലൈൻ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരൊറ്റ ലൈൻ വെച്ചതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലത്തെ അഡീനിയൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറച്ച് അഡീനിയങ്ങൾ പിന്നെയും ബാക്കിയുണ്ട്. അപ്പോൾ ആ അഡീനിയം കൂടി നമ്മൾ അടുത്തൊരു ലൈനായിട്ട് സ്റ്റാൻഡുമേ അല്ലാതെ താഴെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ അഡീനിയത്തിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് വലുപ്പമൊന്നുമില്ല. പിന്നത്തെ ലൈൻ വെച്ചിട്ടുള്ളത് നമ്മുടെ മെലസ്റ്റോമകളാണ് കേട്ടോ. ഇത് ഒരു 5 മെലസ്റ്റോമ ഉണ്ട് നമ്മുടെ കയ്യിൽ, വെരിഗേറ്റഡ് അടക്കം. യെല്ലോ ഉണ്ട്, വയലറ്റ് ഉണ്ട്, പിങ്ക് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നമ്മൾ പറഞ്ഞല്ലോ അഡീനിയത്തിൻ്റെ ഒരു കുറച്ച് തൈകളും കൂടി ബാക്കിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് പുതിയ തൈകളും ഉണ്ട്. അപ്പോൾ ആ 2 സെറ്റും കൂടി നമ്മൾ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനോട് ചേർന്ന് നമ്മൾ വെച്ചിട്ടുള്ളത് ജറബറയാണ് കേട്ടോ. ജറബറയുടെ തൈകളൊക്കെ ഇപ്പം നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചതാണ്. അതും പല കളറുകളുണ്ട്. അപ്പോൾ അത് പൂവായാൽ മാത്രമാണ് നമുക്ക് ഏതൊക്കെയാണ് കളർ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. പിന്നത്തെ ഒരു ലൈൻ നമ്മൾ കുക്കുംബർ പോലത്തെ ഒരെണ്ണം പടർത്താനായിട്ട് നമ്മൾ ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് വെച്ചേക്കണതാണ്. അതിലേക്ക് വിത്തുകൾ നട്ടിട്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നത്തെ ലൈൻ നമ്മൾ റോസാണ് വെച്ചിട്ടുള്ളത്. അതിന് ശേഷം ജമന്തിയും പല കളറുകളാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ റീസെൻ്റായിട്ടൊരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് നല്ലതാണോ എന്താണെന്നൊന്നും അറിയാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഇത് വാട്സപ്പ് നമ്പറും ഇതൊന്നും ഇവിടെ കൊടുക്കാത്തത് കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മുടെ റോസുകൾ കുറച്ചും കൂടി ബാക്കി ഉണ്ടായിരുന്നതും കൂടി ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലൊരു 3-4 റോസുകൾ ഓൺ റൂട്ടഡ് ആണ്, ബാക്കിയുള്ളതൊക്കെ ബഡ് ചെയ്തതാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മുടെ ഡെയ്സിയും അതുപോലെ തന്നെ ബാക്കിയുള്ള ജമന്തിയുടെ തൈകളുമാണ്. ഇതിൽ കുറച്ചൊക്കെ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെച്ചതും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ ലൈൻ നമ്മൾ ബാക്കിയുള്ള എല്ലാ ചെടികളും കൂടിയിട്ടാണ് അവിടെ ഒരു ലൈൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്റ്റാർ സീനിയേനെയും നല്ലോണം വെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ അടുക്കി പതുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെർബീനയും കുറച്ച് വെർബീനയുടെ കളക്ഷനും ഇപ്പോൾ ഉണ്ടാക്കി വരുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞാൽ ഇത് നമ്മൾ പച്ചക്കറിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള സ്ഥലമാണ്. കുറച്ച് പച്ചക്കറി തൈകൾ നമ്മുടെ കയ്യിലുള്ളത് അതും കൂടി ഇവിടെ നട്ടു കൊടുക്കണം. അതിന് ശേഷം വേണം വിത്ത് പാകി തുടങ്ങാൻ.